നടി വിൻസി അലോഷ്യസിന്റെ പരാതിയും തുടർന്നുണ്ടായ സംഭവങ്ങളും സിനിമാ മേഖലയിലെ ലഹരി വ്യാപനത്തിന്റെ അപകടകരമായ നിലയാണ് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ലഹരിക്കാരെ ഇനിയും ഇങ്ങനെ സിനിമയിൽ സ്വതന്ത്രമായി വിലസാൻ അനുവദിക്കണോ എന്ന ചോദ്യവുമായി മാതൃഭൂമി ന്യൂസ് ജനങ്ങളിലേക്കിറങ്ങിയത്. യുവാക്കളെ ഏറ്റവും സ്വാധീനിക്കുന്ന സിനിമയാണ് ആദ്യം ലഹരി മുക്തമാകേണ്ടത് എന്നാണ് പൊതുവിൽ ജനങ്ങൾ പറയുന്നത്. ലഹരി ഉപയോഗിച്ചുള്ള അഭിനയം കാണിക്കുമ്പോഴാണ് ഈ കൊച്ചുങ്ങൾ അത് കണ്ട് വഷളാകുന്നത്. ഫിലിം ഫീൽഡിലെ ലഹരി ഉപയോഗിച്ചുള്ള അഭിനയം ഒട്ടും തന്നെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലഹരി ഉപയോഗിച്ചിട്ട് അതിന്റെ പുറകിൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് പിള്ളേർക്ക് അറിയത്തില്ലേ. ലഹരിക്കടിമകളായ കലാകാരന്മാരെ മാറ്റി നിർത്തണമെന്ന് കേരളം ഒറ്റക്കെട്ടായി പറയുന്നു. സിനിമയിൽ അഭിനയിക്കുന്നവര് ഇത് ഉപയോഗിക്കുന്നവരെ പുറത്താക്കുക. കൊച്ചു പിള്ളേരെല്ലാം വഴിതെറ്റുവാണ്, സിനിമ കണ്ടിട്ടാണ്. അത് സിനിമയിലെ സംഘടകരെല്ലാം കൂടെ ഒത്തുചേർന്ന് അമ്മയിൽ നിന്ന് അവരെ പുറത്താക്കുക. സിനിമയ്ക്കകത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിനയം വേണ്ട. ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്താൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും തീരുമാനമെടുക്കാമെന്ന് സംവിധായകൻ കമൽ പറഞ്ഞു. കമലിന്റെ സഹായിയാണ് ഷൈൻ ടോം ചാക്കോ സിനിമയിലെത്തിയത്. ചെയ്യാവുന്ന വെച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഓരോ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഓരോ ഡയറക്ടർ തീരുമാനിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ വെച്ച് ഞാൻ സിനിമ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാന്നല്ലാതെ സംഘടനയ്ക്ക് ഓരോരുത്തർ വിലക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിലക്കുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. നിരവധി അതുല്യ പ്രതിഭകളെ സമ്മാനിച്ച മലയാള സിനിമയിൽ നിന്ന് ഇത്തരം പുഴുക്കുത്തുകളെ മാറ്റി നിർത്തണമെന്ന് അഡ്വക്കേറ്റ് സി ഷുക്കൂർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മലയാള ഇൻഡസ്ട്രിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്താനുള്ള തീരുമാനം എല്ലാ വിഭാഗം ആൾക്കാരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.